തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര നഗരസഭാ കൌൺസിലറുമാണ് ജോസ് ഫ്രാങ്ക്ലിൻ. വായ്പ നൽകാമെന്ന് പറഞ്ഞ ജോസ് ഫ്രാങ്ക്ലിൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, ഗുഡ് ഈവനിംഗ്. ഈ വിഷയത്തിൽ ഇയാൾക്കെതിരെ ഇപ്പോൾ കോൺഗ്രസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നല്ലോ, അല്ലേ? ക്രിസ്റ്റീന, ഈ സംഭവം നടന്ന ഒരാഴ്ചയോടടുത്തിട്ടാണ് കോൺഗ്രസിന് ആ നിലയിൽ ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം മുതൽ തന്നെ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മകൻ തന്നെ പറയുകയും ചെയ്തു മാതാവിന്റെ ആത്മഹത്യക്ക് കാരണം ജോസ് ഫ്രാങ്ക്ലിനാണ് എന്ന നിലയിലുള്ള ആരോപണം ഉയർത്തുകയും ചെയ്തു. പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ ജോസ് ഫ്രാങ്ക്ലിന് കോടതി ജാമ്യം അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കത്ത്, ആത്മഹത്യാക്കുറിപ്പ് എന്ന നിലയിലുള്ള ഒരു കത്ത് പുറത്തു വരുന്നത്. മകന് വേണ്ടി തയ്യാറാക്കിയ കത്താണ് പുറത്തു വന്നത്. അതിൽ ഈ ലൈംഗികമായി ജോസ് ഫ്രാങ്ക്ലിൻ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്ന് ഈ വീട്ടമ്മ എഴുതിയിരുന്നു. വായ്പ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അതിന് പിന്നാലെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പ്. അതിൽ ജോസ് ഫ്രാങ്ക്ലിൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായൊരു കുറിപ്പാണ്, ഈ ആത്മഹത്യാക്കുറിപ്പാണ് അതിൽ ഉണ്ടായിരുന്നത്. നിരന്തരം കടയിലെത്തുകയും ലൈംഗിക ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഭർത്താവില്ലാത്ത സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാമോ എന്ന് ആ കത്തിൽ ചോദിക്കുന്നു. ലോണിന്റെ കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ എപ്പോൾ വരുമെന്നും എപ്പോൾ കാണാമെന്നുമായിരുന്നു ജോസ് ഫ്രാങ്ക്ലിൻ ചോദിക്കുന്നത് എന്നും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തനിക്കിങ്ങനെ വൃത്തികെട്ട് ജീവിക്കേണ്ടെന്നും അതുകൊണ്ട് മരിക്കുന്നു എന്നുമായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. DCC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം അദ്ദേഹത്തിന് ഇവിടുത്തെ ഈ നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലർ കൂടിയാണ്. ആ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന അറിയിപ്പാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.